ഇന്നത്തെ ഒരു വാർത്തയൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പ കുമ്പിടിയാന്ന്. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഈ ഒരു സിനിമയില് ഒരു നാഷണൽ അവാർഡ് വാങ്ങിക്കൂ? കാരണം കാരണം രണ്ടാമത്തെ സിനിമയില് കുറെ ഇമോഷണൽ ആയിട്ടുള്ളൊരു സീൻ കണ്ടതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഈ ഒരു സിനിമയില് നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഗ്ലിംസിൽ കണ്ട ആ ഒരു സിനിമയല്ല ഇപ്പൊ നമ്മുടെ ട്രെയിലറിൽ കണ്ടപ്പോ. കുറേ അധികം ലെയേഴ്സ് നമ്മൾ സിനിമയിൽ കണ്ടു. കുറേ അധികം സ്റ്റാർ ആവുമോ എന്നുള്ളത് അറിയില്ല. സ്റ്റാർ ആവുന്നു, അതിനുശേഷം വീണ്ടും പ്രശ്നങ്ങൾ, അതിനുശേഷം അച്ഛനുമായിട്ട് അടുക്കുന്നു, അച്ഛന് അടുപ്പമില്ലാത്ത ഒരാളുടെ അച്ഛനായിട്ട് അടുക്കുന്നു. സോ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ കുറേ പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതിലൂടെ ഒരു നാഷണൽ അവാർഡ് സാധ്യത കിട്ടും. ഇല്ല, ഒരു ചെറിയ കാര്യം കൂടി ചോദിക്കട്ടെ. ഈ ഒരു അജീഷ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങനെ ഒരാളെ അറിയുമോ, അല്ലെങ്കിൽ ലൈഫില് ഒരു അടുപ്പം ഒന്ന് മൈക്കിലൂടെ പറഞ്ഞാൽ വലിയൊരു ഉപകാരമായിരിക്കും. എന്ത് തോന്നുന്നു, ഈ ഒരു ക്യാരക്ടർ ഞാനാണോ? ആദ്യം തന്നെ ഇവിടെ ഞങ്ങളുടെ ഈ ട്രെയിലർ ലോഞ്ചിന് എത്തിയ എല്ലാവർക്കും ഞങ്ങളുടെ ടീം ആശകളായിരത്തിൻ്റെ ഒരായിരം നന്ദി. ഐ ലവ് യു ഓൾ സോ മച്ച്. എന്താ പറയുക, അജീഷ് എന്ന് പറയുന്ന സത്യം പറഞ്ഞാൽ ഞാനാണ് അജീഷ്. എനിക്ക് ഇതിൽ വലുതായിട്ട് അഭിനയിക്കേണ്ടി വന്നിട്ടില്ല. പ്രയത്നറിയാം അതിനെപ്പറ്റി. ഞാൻ കൂടുതൽ അപ്പയും കൂടെ വന്നിട്ട് ബാക്കി പറയാം. ഉറപ്പായിട്ടും. താങ്ക് യു സോ മച്ച്. സംസാരിച്ചപ്പോഴും പറയായിരുന്നു, അതായത് നമ്മൾ വീട്ടിലിരിക്കുന്ന സമയത്ത് ടി വിയിൽ ഒരു ജയറാമേട്ടൻ മൂവി വന്നാൽ ആ ഇരിപ്പ് ഇത്തിരി നീളും. അത്രയ്ക്ക് മലയാളിക്ക് ഇഷ്ടമുള്ള ഒരു നടനാണ് ജയറാമേട്ടൻ. ആ കാലത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു പീക്ക് ടൈമിൽ ജയറാമേട്ടനുമായിട്ടായിരുന്നു യൂത്ത് കണക്ട് ചെയ്യുന്നത്. എന്നെ പോലെ ഒരാൾ, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഒരാൾ, വളരെ അടുത്ത ആൾ എന്നൊക്കെ ഉള്ളൊരു കണക്ട് മലയാളിക്കുണ്ടായിരുന്നത് ജയറാമേട്ടനോടാണ്. ആ ഒരു ഇഷ്ടം തന്നെയാണ് ശരിക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരിലും തന്നെ ഉള്ളത്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം, 22 വർഷങ്ങൾക്ക് ശേഷമാണ് നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു കോംബോ വരുന്നത്. കാളിദാസ് പറഞ്ഞു അച്ഛൻ വരട്ടെ, അച്ഛൻ വന്നിട്ട് പറയാനുള്ളത്. ചിലപ്പോൾ ഇമോഷണൽ ആവും എന്നുള്ളത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തോ പറയാനുണ്ട്, അച്ഛന് പറയാനുണ്ട്. എന്താണ് ഈ ഒരു സിനിമയില് ആഫ്റ്റർ ഇപ്പോൾ നമ്മള് എൻ്റെ വീട് അപ്പൂൻ്റെ ആണെങ്കിലും അതുപോലെ കൊച്ചു സന്തോഷിൻ്റെ അടുത്ത് നോക്കുവാണെങ്കിലും അതിൽ എത്ര വ്യത്യസ്തമായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിന് പറ്റുന്നൊരു സിനിമയാണോ, അതോ ഈ ഒരു സിനിമയിലൂടെ അച്ഛൻ എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നമസ്കാരം എല്ലാവർക്കും ഞങ്ങളുടെ ഈ ഒരു ചെറിയ ചിത്രത്തിൻ്റെ ഈ ഒരു തുടക്കത്തിന് സാക്ഷിയാവാൻ വന്ന എല്ലാവരോടും, ഇരിക്കുന്നവരോടും നിൽക്കുന്നവരോടും എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഞാൻ എവിടം തൊട്ട് പറഞ്ഞു തുടങ്ങണമെന്ന് എനിക്കറിയില്ല. ഏകദേശം 1 വർഷങ്ങൾക്ക് മുമ്പാണ് ചൂട് ഈ സിനിമയുടെ ഒരു ചെറിയ ത്രെഡ് കാളിയോട് പറയുന്നത്. കാളി അത് എന്നോട് പറയുന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അച്ഛനും മകനുമായിട്ടുള്ള കഥകൾ ഞങ്ങളെ തേടി നിറയെ വരാറുണ്ട്. പക്ഷേ കാളി തന്നെ പറയാറുണ്ട്, എന്തെങ്കിലും അതിനകത്തൊരു ജനങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ചെറിയ സ്പാർക്ക് ഉണ്ടെങ്കിൽ ചെയ്യാം. അങ്ങനെ തോന്നിയത് കൊണ്ടാണ് ഈ സിനിമ ഞങ്ങൾക്ക് 2 പേർക്കും അതിൻ്റെ ഒരു കഥ പറഞ്ഞപ്പോൾ ഒരിഷ്ടം തോന്നി. ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ, പക്ഷേ ഇത് പ്രാവർത്തികമാവണമെങ്കിൽ ഒരു നല്ല നിർമ്മാതാവ് വേണം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ശ്രീ ബാദുഷയാണ് ഞാൻ വിളിക്കുന്നത്. ബാദു ഇങ്ങനെ നല്ലൊരു സബ്ജക്റ്റ് വന്നിട്ടുണ്ട്, ചൂട് പറഞ്ഞ്. അങ്ങനെ പറഞ്ഞപ്പോൾ ബാദു പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാൻ, ഞാൻ കൃഷ്ണമൂർത്തി സാറിൻ്റെ അടുത്ത് പറഞ്ഞു നോക്കാം എന്ന് പറയുന്നു. അങ്ങനെ ആദ്യമായിട്ട് ബാദുവാണ് കൃഷ്ണമൂർത്തി സാറിൻ്റെ അടുത്ത് പറയുന്നത്. ഞാൻ കൃഷ്ണമൂർത്തിയായിട്ട് ഫോണിൽ സംസാരിക്കുന്നു. ഗോപാലൻ സാറ് വരട്ടെ, ഞാനിതിൻ്റെ 1 ലൈൻ ഒന്ന് കൊടുക്കാം, സാറിന് വായിച്ചിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് നമുക്ക് പ്രോജക്റ്റ് മുമ്പോട്ട് കൊണ്ടുപോകാം എന്ന് അദ്ദേഹമാണ് ആദ്യം പറയുന്നത്. അങ്ങനെയാണ് ഗോപാലൻ സാറ് വന്ന്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്, രാത്രി ഏകദേശം 11 മണിക്ക് ശേഷമാണ് അദ്ദേഹം ഇതിൻ്റെ 1 ലൈൻ എടുത്ത് വായിച്ച് രാത്രി തന്നെ എന്നെ ഫോണിൽ കണക്ട് ചെയ്ത്, കൃഷ്ണമൂർത്തി എന്നെ ഫോണിൽ കണക്ട് ചെയ്ത് ഈ സിനിമ ഗോകുലം ചെയ്യുന്നു എന്ന് പറഞ്ഞത് തൊട്ടാണ് ഈ സിനിമ ഓണാവുന്നത്. അങ്ങനെ ഓരോരുത്തരായി ഇതിലേക്ക് എൻ്ററാവുന്നു. ആശാ ശരത്ത് വരുന്നു, മറ്റേ എൻ്റെ കൂടെ അഭിനയിക്കുന്ന ശനി തൊട്ട് എല്ലാവരും. ഞാൻ ഓരോ പേരെടുത്ത് പറഞ്ഞ് സമയം കളയുന്നില്ല. പ്രജിത്തിനെ പോലത്തെ ബ്രില്യൻ്റ് ആയിട്ടൊരു ഡയറക്ടർ വരുന്നു, ഷെഫീഖിനെ പോലത്തെ ഒരു എഡിറ്റർ വരുന്നു, സനലിനെ പോലത്തെ ഒരു മ്യൂസിക് ഡയറക്ടർ വരുന്നു, ബാക്കി സ്വരൂപിനെ പോലത്തെ ഒരു ക്യാമറാമാൻ വരുന്നു. അങ്ങനെ എല്ലാം കൃഷ്ണമൂർത്തി എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ തന്നെയാണ് മുഴുവൻ കോർഡിനേറ്റ് ചെയ്തിട്ടുള്ളത് എല്ലാം. സോ അങ്ങനെയാണ് ആശകൾ 1000 എന്ന് പറയുന്ന സിനിമയുടെ തുടക്കം.
ഒരുപാട് അവകാശവാദങ്ങളൊന്നും ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് അഭിനയിച്ചിട്ടുള്ള ആർക്കും തന്നെയില്ല. ഇപ്പൊ സിനിമകളൊക്കെ ലക്ഷങ്ങളും കോടികളും 200 കോടി 300 കോടി 1000 കോടി അങ്ങനെ പോകുന്ന ഈ കാലഘട്ടത്തിൽ വളരെ വളരെ ചെറിയൊരു സിനിമയാണ്. ഇതിൻ്റെ കോണ്ടന്റ് എന്ന് പറയുന്നതും വളരെ വളരെ സിമ്പിളായിട്ടുള്ള, ഒരു മാസം 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുന്ന ഒരിടത്തരം കുടുംബത്തിലെ കഥാപാത്രമാണ് ഹരിഹരൻ. ആ കുടുംബത്തിലെ ഹരിഹരൻ്റെ എല്ലാ ദുഃഖങ്ങളും അറിഞ്ഞ് കൂടെ നിൽക്കുന്ന എൻ്റെ ഭാര്യ ആശ, എൻ്റെ മൂത്ത മകൻ, എൻ്റെ മോള്, ഞങ്ങളുടെ ചെറിയ കുടുംബം, ഞങ്ങളുടെ സന്തോഷങ്ങൾ, ഞങ്ങളുടെ ദുഃഖങ്ങൾ, ഞങ്ങളുടെ അയൽവാസികൾ, ഞങ്ങളുടെ സുഹൃത്തുക്കൾ, ഞങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഞങ്ങളുടെ ഒരുപാട് സന്തോഷങ്ങളും ചെറിയ ചെറിയ ദുഃഖങ്ങളും എല്ലാം ചേർന്നൊരു സിനിമ. ഒരുപക്ഷെ നിറയെ ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്, 80s-ലും 90s-ലൊക്കെ ജയറാമേട്ടൻ ചെയ്തിട്ടുള്ള സിനിമ പോലത്തെ സിനിമ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നോട് ചോദിക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ അത്തരം സിനിമകൾ എന്നെ തേടി വന്നിട്ടില്ല, വരാത്തത് കൊണ്ട് മാത്രമാണ്, അല്ലാതെ സിനിമ വന്നിട്ട് ചെയ്യാതിരുന്നതല്ല. അങ്ങനെ എന്നെ തേടി വന്ന ഒരു സിനിമയാണ് ആശകളായിരം. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഹരിഹരൻ്റെ ആശ, അല്ലെങ്കിൽ ആശയുടെ ആശ, എൻ്റെ മക്കളുടെ, ഇവരുടെയൊക്കെ മനസ്സിലെ സന്തോഷത്തിലുമുള്ള ആശകളിൽ ഒരംശമെങ്കിലും നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാവും. അത് തീർച്ചയാണ്. അതെന്തെങ്കിലും ഒരു കാര്യം, ഞങ്ങളുടെ വിഷമങ്ങളോ ഞങ്ങളുടെ സന്തോഷങ്ങളോ ഞങ്ങളുടെ നൊമ്പരങ്ങളോ എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിച്ചാൽ ഈ ചിത്രം തീർച്ചയായിട്ടും നിങ്ങൾ സ്വീകരിക്കും എന്നെനിക്ക് ഉറപ്പാണ്. ഒരുപാട് അവകാശവാദങ്ങളില്ല. ഫെബ്രുവരി 6-ാം തീയതി ഓരോരുത്തരും കുടുംബസമേതം തിയേറ്ററിൽ പോയി സിനിമ കണ്ട് ഞങ്ങൾ അനുഗ്രഹിച്ചാൽ ഒരുപാട് സന്തോഷം. താങ്ക് യു ഗോപാലേട്ട. എനിക്ക് ഈ സമയം ഇത്രയും ഒരു ചെറിയ സിനിമ ഇത്രയും വലിയൊരു ബാനർ ഏറ്റെടുത്ത് അത് ഇത്രയും നല്ല രീതിയിൽ തിയേറ്ററുകളിലേക്ക് കൊണ്ടുവരുന്നു. താങ്ക് യു ഗോപാലേട്ട. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. സോ നിങ്ങളെ ഒരുമിച്ച് വീണ്ടും വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരുന്നത് കൊണ്ട് തന്നെ ആ ഒരു പഴയ സിനിമയിലെ ഏതെങ്കിലും ഒരു ഡയലോഗോ എന്തെങ്കിലും ഒരുമിച്ച് ജസ്റ്റ് ഒന്ന് കാണിക്കാമോ? യെസ്. പക്ഷേ ജയറാമേട്ടൻ കാണിക്കും. ജയറാമന്റെ ഏതെങ്കിലും ഒരു സിനിമയിൽ ഗംഭീരമായിട്ടുള്ള കുറേയധികം ട്രോളുകൾ വരുന്ന കുറേയധികം ഡയലോഗ്സ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് സ്വരത്തിൽ പറഞ്ഞാൽ മതി, അഭിനയിക്കണ്ട. ഒത്തിരിയേറെ ഡയലോഗുകൾ ഉണ്ടല്ലോ നമ്മളുടെ. എന്തായിരുന്നു പാപ്പമ്മ, ആ ഒരു ഡയലോഗും അതുപോലെ തന്നെ ആക്ച്വലി നമുക്ക് ആരെങ്കിലും ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യാമോ? ജസ്റ്റ് ഞാൻ എപ്പോഴും അവര് തന്നെ മടുത്തതാണ്. നിങ്ങൾ മടുത്തോ? ജയറാമേട്ടൻ പറഞ്ഞിട്ടില്ലേ, രണ്ട് കുട്ടികളുടെ അച്ഛൻ മൂവിൽ ലാലു അലക്സിന് വേണ്ടിയിട്ട് ഡബ് ചെയ്തിട്ടുള്ള ഒരു സംഭവം, അദ്ദേഹത്തിന്റെ ഒരു ഡയലോഗാണ്. ഞാൻ എല്ലായിടത്തും ചെല്ലുമ്പോഴും എന്തെങ്കിലും മിമിക്രി കാണിക്കാൻ ആൾക്കാർ പറയാറുണ്ട്, ഞാൻ കാണിക്കാറുണ്ട്. സെയിം റിപ്പീറ്റേഷൻ ആയതുകൊണ്ടാണ് പിന്നെ ഞാനത്. പക്ഷെ ആളുകൾക്ക് ഇഷ്ടമാണ് ജയറാമേട്ട, അവരെല്ലാവരും കാത്തിരിക്കുന്നുണ്ട് അതിനായിട്ട്. ഞാൻ ആദ്യമായിട്ട് ഇന്റർ കോളേജിൽ പങ്കെടുത്തപ്പോൾ ആദ്യമായിട്ട് കാണിച്ച് കയ്യടി മേടിച്ച് അതിൽ 1ാം സമ്മാനം മേടിച്ചത് കമലഹാസനായിരുന്നു ആ കാലഘട്ടത്തിൽ. മദനോത്സവം എന്ന സിനിമയിലെ ഒരു ഡയലോഗ് ഈ അടുത്ത കാലത്ത് കൂടി ഞാൻ അദ്ദേഹത്തിന് മുമ്പിൽ തന്നെ ഇത് അവതരിപ്പിക്കുകയുണ്ടായി. ನನ್ನ മണവാട്ടിയുടെ വേഷത്തിൽ കാണുമ്പോൾ ആകാശത്തുള്ള അത്ര നക്ഷത്രങ്ങൾ എൻ്റെ കണ്ണിൽ വന്ന് നിൽക്കുന്ന പോലെ എനിക്കൊരു തോന്നൽ. നിന്ന് വിട്ടുപിറക്കുന്ന ജീവിതം, നിന്ന് കൂടാതൊരു ജീവിതം. സോറി. ചില ബന്ധങ്ങൾ ഒരുപാട് വർഷത്തെ സൗഹൃദങ്ങൾ. ഗോപാലേട്ടൻ പറഞ്ഞു എത്രയോ വർഷമായി ഉള്ള ഞങ്ങളുടെ സൗഹൃദത്തെക്കുറിച്ച്. 37 വർഷം മുമ്പ് ഞാൻ ആദ്യമായിട്ട് മദ്രാസിൽ പോയപ്പോൾ താമസിക്കാൻ ഒരു ഫ്ലാറ്റ് നോക്കി നടന്നപ്പോൾ സ്വന്തമായിട്ടൊരു ഫ്ലാറ്റ് മേടിക്കണം എന്ന് പറഞ്ഞ് 5 ലക്ഷം രൂപ ഗോകുലത്തിൻ്റെ ചിട്ടിയിൽ നിന്ന് തന്ന് ആദ്യമായിട്ട് എന്നെ സഹായിച്ചത് ഗോപാലേട്ടനാണ്. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് മദ്രാസിൽ ഒരു ചെറിയ എൻ്റെ ഭവനം ആദ്യമായിട്ട് സ്വന്തമാക്കുന്നത്. അന്ന് തുടങ്ങിയ ബന്ധമാണ്. ഒരുപാട് സന്തോഷം പറയും, ഒരുപാട് സന്തോഷം. അതേപോലെ തന്നെ ഞാൻ എല്ലാവരെയും ചേർത്ത് പറഞ്ഞു. എങ്കിലും പ്രജീത്, താങ്ക് യു എല്ലാത്തിനും. താങ്ക് യു. യു താങ്ക് യു.
ഇവരെല്ലാമാണ് ഈ സിനിമ ഈ നിലയിലെത്തിച്ചത്. താങ്ക് യു എല്ലാവരും ഒരിക്കൽ കൂടി. ഫോട്ടോ മൊമെന്റിനായി ആശകളായിരം. ബാദുഷ സർ, അതുപോലെ അഖിലനാടി എല്ലാ ടീം മെമ്പേഴ്സും ഒരു കാര്യം പറയാനുണ്ട്. ഫെബ്രുവരി 6-ാം തീയതിയാണ് പടം റിലീസാവുന്നത്. എല്ലാവർക്കും ഇതൊരു മറ്റൊരു സിനിമ, അടുത്ത ആഴ്ച റിലീസ് ചെയ്യാൻ പോകുന്നൊരു സിനിമ. പക്ഷെ എനിക്ക് അങ്ങനെയല്ല. ഒരു 23 വർഷം കഴിഞ്ഞിട്ട് ഞാൻ അപ്പയുടെ കൂടെ ആക്ട് ചെയ്യുന്ന, ഒരുമിച്ച് സ്ക്രീൻ ഷെയർ ചെയ്യുന്ന ഒരു സിനിമയാണ്. ഈ ഹോൾ ജേർണി എനിക്ക് ഭയങ്കര ഇമോഷണലി ഭയങ്കര ഒരുപാട് മെമ്മറീസ് എനിക്കുണ്ടായിരുന്നു ഈ ഷൂട്ടിങ്ങിലും ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് മെയിൻലി ഗോപാലൻ സാർ, മൂർത്തിച്ചേട്ടൻ ആൻഡ് പ്രയത്തേട്ടൻ, ജൂഡേട്ടൻ, ഇവരോടൊക്കെ എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല. നമ്മൾ കുറേ നാള് ഒരു ജയറാം സിനിമയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്ത കുറേ ഇമോഷൻസ്, കുറേ നല്ല മൊമെന്റ്സ് തീർച്ചയായിട്ടും ഈ സിനിമയിലുണ്ടാവും. സിനിമയിലും അപ്പയുടെ മകനായിട്ട് ആക്ട് ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. നമ്മൾ ഒരു എല്ലാ ദിവസവും നമ്മൾ കാണുന്ന ഒരു ബോയ് നെക്സ്റ്റ് ഡോർ, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ വീട്ടിലെ ഒരാൾ, അങ്ങനെയാണ് എപ്പോഴും നമ്മൾ ആക്ടർ ജയറാമിനെ നമ്മൾ റിലേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എപ്പോഴും നമ്മുടെ ലൈഫിൽ ഒരു ജയറാം റെഫറൻസ് എങ്കിലും ഇല്ലാതെ നമ്മുടെ ഡേ മുന്നോട്ട് പോകില്ല, സിനിമ റെഫറൻസ് ആയിട്ട്. മേ ബി അതുകൊണ്ടായിരിക്കാം ആവശ്യമുള്ളതും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അപ്പയുടെ പേര് അങ്ങ് ചേർന്ന് പോകുന്നത്. എന്തായാലും ഇന്നത്തെ ഒരു വാർത്തയൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പ കുമ്പിടിയാന്ന്. ഒരേ സമയത്ത് രണ്ട് സ്ഥലത്ത് എങ്ങനെ പ്രത്യക്ഷപ്പെടാൻ പറ്റുമെന്ന് വിചാരിച്ചു. എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്, ആ ഒരു ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും ആൾക്കാർ ആ ഒരു ഫ്രീഡം എടുക്കുന്നത്. എന്തായാലും നല്ലൊരു സിനിമയാവട്ടെ. ആശകളായിരം തിയേറ്ററിൽ February 6th. ഞങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പറയാം, നല്ലൊരു സിനിമയായിട്ടാണ് ഞങ്ങൾ വരുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. താങ്ക് യു സോ മച്ച്. എന്താണ് ഈ കഴിഞ്ഞ പ്രാവശ്യം 2 സിനിമകളും ഞാനിങ്ങനെ ഒരു ഇന്റർവ്യൂല് കണ്ടപ്പോൾ ജയറാമേട്ടൻ പറഞ്ഞൊരു കാര്യം, അതായത് ആ ഒരു ലാസ്റ്റ് സിനിമ, നമ്മുടെ നാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ള ആ ഒരു സിനിമയുടെ കഥ കാറിൽ ഇരുന്നിട്ടാണ് ഡയറക്ടർ പറഞ്ഞത്. അപ്പം തന്നെ ഫാറൂഖ് വിളിച്ചു. അപ്പോൾ ഫാറൂഖ് പറഞ്ഞു നല്ല സിനിമയാണെങ്കിൽ ഓക്കെ. അതുപോലെ ഈ ഒരു സമയത്ത് കാളിദാസിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് സിനിമയാണെന്ന് കൂടി ജയറാമേട്ടൻ പറഞ്ഞു. സോ ഈ ഒരു സിനിമയെ പറ്റി ആളോട് സംസാരിച്ചിട്ട് ആളൊരു അഭിപ്രായം എന്തായിരുന്നു? അതും കൂടി ജസ്റ്റ് നമ്മളെല്ലാവരും ഫാറൂഖ് മിസ് ചെയ്യുന്നുണ്ട്. അതെ, സിനിമ റിലീസായി കണ്ടിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ, ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അതല്ല, നിങ്ങളുടെ ഒരു കോംബോയിൽ ഒരു സിനിമ വരാനായിട്ട് പോകുന്നു. സോ ആ ഒരു എക്സൈറ്റ്മെന്റ് എന്തായിരുന്നു? എന്താ അറിയോ, നമ്മുടെ സിനിമയെ പറ്റി നമ്മൾ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് അവർക്കും തീരെ ഇഷ്ടമാവില്ല. അത് അവര് കണ്ടിട്ട് തീരുമാനിക്കേണ്ടതാണ്. 6-ാം തീയതി അവര് പറയും നല്ലതാണോ ഇല്ലയോ ചീത്തയാണോ എന്നുള്ള അവര് പറയും. അത് കഴിഞ്ഞ് നമുക്ക് പറയാം. താങ്ക് യു സോ മച്ച്.